കർഷകരുടെ ജപ്തി നടപടികളിൽ ഇനി സർക്കാരിന് ഇടപെടാം. സർക്കാരിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കാം. കേരളത്തിലെ കർഷകർക്ക് അല്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടി നേടുന്നവർക്ക് ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു ബില്ല് ഇടതുപക്ഷ ഗവൺമെൻറ് പാസ്സാക്കി. കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി എടുത്ത പല തീരുമാനങ്ങളും ഏറ്റവും ടോപ്പ് റാങ്ക് ഈ ജപ്തി നടപടികൾ സ്റ്റേ ചെയ്യാൻ അല്ലെങ്കിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള പുതിയ നിയമം പാസ്സാക്കി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും റവന്യൂ മന്ത്രി രാജനെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലെ കർഷകർക്ക് മൊത്തം അവരുടെ ജപ്തി നടപടികളിൽ ഇനി സർക്കാരിന് ഇടപെടാം, മൊറട്ടോറിയം പ്രഖ്യാപിക്കാം. നേരത്തെ സർക്കാരിന് ഈ കാര്യത്തിൽ ഇടപെടാൻ വ്യവസ്ഥകളില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 1968 കർഷകരെ ബാധിക്കുന്ന ചില നിയമങ്ങൾ കേരള നികുതി നിയമങ്ങളിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയാണ് സുപ്രധാനമായ ഈ ബില്ല് കേരള ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്നത്. എത്ര അഭിനന്ദിച്ചാലും കേരളത്തിലെ കർഷകർക്ക് മതിയാവില്ല. സർക്കാരിൻ്റെ ഈ നടപടികൾ കേരളത്തിലെ ഇന്ന് വരെ ഇടതുപക്ഷ ഗവൺമെൻറ് എടുത്ത നടപടി ഏറ്റവും ടോപ്പായ നടപടിയാണ്. മനുഷ്യന് ഗുണം ചെയ്യുന്ന, കേരളത്തിലെ കർഷകർക്ക് ഗുണം ചെയ്യുന്ന, കേരളത്തിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് റവന്യൂ റിക്കവറി നടപടി നേടുന്ന ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു നടപടി നിയമത്തിൽ കൂടെ നടത്തിയിരിക്കുന്നു. ഏതായാലും കർഷകരുടെ ആത്മഹത്യ തീർച്ചയായിട്ടും കുറവുണ്ടാവും. ഇനി നേരത്തെ റവന്യൂ റിക്കവറി നടപടികൾ നമ്മൾ നേരിടുമ്പോൾ ബാങ്കുകളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സർക്കാരിൻ്റെ മാത്രമല്ല, ബാങ്കുകളുടെ നടപടിയിലും സർക്കാർ ഇനി ഇടപെടും. സർക്കാർ അങ്ങനെ റവന്യൂ റിക്കവറിയിലേക്ക് വിധേയമാകുന്ന സ്ഥലം സർക്കാർ ഏറ്റെടുക്കും. 1 രൂപ മുടക്കി സർക്കാർ ഏറ്റെടുക്കാനുള്ള വ്യവസ്ഥ ഈ ബില്ലിനകത്തുണ്ട്. ഏറ്റെടുത്തു കഴിഞ്ഞാൽ 5 വർഷം വരെ മൊറട്ടോറിയം നിലനിൽക്കും. 5 വർഷത്തിനിടയിൽ ആ വസ്തുവിൻ്റെ ഉടമസ്ഥനോ ബന്ധുക്കൾക്കോ അവകാശികൾക്കോ അതിൻ്റെ പണം സർക്കാരിൽ അടച്ച് അല്ലെങ്കിൽ അതിൻ്റെ കൺസേൺഡായ ബാങ്കിൽ അടച്ച് സർക്കാരിൽ നിന്ന് അത് നീതി നിങ്ങൾക്ക് ലഭിക്കും. അതാണ് സുപ്രധാനമായ ഈ ബില്ലിൻ്റെ ഒരു ഗുണം. അത് തന്നെയല്ല, 12% മുതൽ മുകളിലോട്ട് 17%, 18%, 19% വരെ പലിശ വെച്ചിട്ടാണ് ആ റവന്യൂ റിക്കവറി നടത്തിയിട്ടുള്ളത്. അത് ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ച സ്ഥലങ്ങൾക്ക് 12% പലിശ ഈടാക്കാൻ പറ്റുള്ളൂ. അത് ആ 12% നിന്ന് സർക്കാരിന് വീണ്ടും താഴോട്ട് പോകാം, 9% കുറയ്ക്കാം. അതാണ് ഇതിനുള്ള കർഷകർക്കുള്ള നേട്ടം. ആ പണം അടച്ച് 5 വർഷത്തിനകം ആ സ്ഥലം തിരിച്ചെടുക്കാം. അതുവരെ സ്ഥലം സർക്കാരിൻ്റെ കൈവശമാകും. നിങ്ങൾ ജപ്തി നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന ആ നിങ്ങളുടെ വസ്തു, അതിനെ സംബന്ധിച്ച് ബാങ്കിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ ജപ്തി നടപടികൾക്കുള്ള അതിൻ്റെ ഓർഡർ, അതും എല്ലാം ചേർത്ത് നിങ്ങളുടെ അവിടുത്തെ തഹസീൽദാർക്ക് കൊടുത്താൽ മതി. നടപടി അദ്ദേഹത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കാം, ഇല്ലെങ്കിൽ കളക്ടർക്ക് പ്രഖ്യാപിക്കാം, ഇല്ലെങ്കിൽ കൺസേൺഡ് മന്ത്രിക്ക് പ്രഖ്യാപിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കാം, ഇല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് പ്രഖ്യാപിക്കാം. ഏറ്റവും താഴെക്കിടയിലുള്ള വ്യക്തി അധികാരി എന്ന് പറയുന്നത് തഹസീൽദാരാണ്. അവിടെ കൊടുക്കുക. കളക്ടർ വരെ ചിലപ്പം തഹസീൽദാർ ആ ഫയൽ ഉന്തിക്കൊണ്ട് പോകാം. അദ്ദേഹത്തിന് വ്യക്തിപരമായി അതിനകത്ത് ഇടപെട്ടിട്ട് മൊറട്ടോറിയം കൊടുക്കാമെന്നും ആ വസ്തു ലേലത്തിൽ നിന്ന് വിടുതൽ നിർത്തിയാവുന്നും 5 വർഷം ലേലം ചെയ്യാൻ പാടില്ല എന്നും ഉത്തരവിടാം. ഈ ബില്ല് 1968 റവന്യൂ ബില്ല് ഭേദഗതി ചെയ്തിട്ടാണ് കർഷകർക്ക് ഇത്രയും വലിയ ഒരു നന്മ ഈ സർക്കാർ ചെയ്തിരിക്കുന്നത്. കർഷകർ സർക്കാരിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ജപ്തി നടപടിയിൽ വിഷണ്ണരായിരിക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ വിഷണ്ണരായ കുടുംബക്കാർ, അവർക്കൊക്കെ ഈ മൊറട്ടോറിയം കൊണ്ട് ഗുണം ചെയ്യും. നിങ്ങൾ ഇനി ഈ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ നടപ്പാക്കിയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. അസംബ്ലിയിൽ പാസ്സാക്കിയ സ്ഥിതിക്ക് അത് നിയമമായി എന്ന് തന്നെ കാണണം. സർക്കാരിൻ്റെ ഒരു ഉത്തരവ് അത് എത്രയും പെട്ടെന്ന്
രാഷ്ട്രീയക്കാർ എല്ലാവരും കൂടെ യോജിച്ചൊരുമിച്ച് ആ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഡറായിട്ട് വന്നോ എന്ന് എനിക്കറിയത്തില്ല. ആ ഉത്തരവ് മതിയാവും. എന്തായാലും കേരളത്തിലെ മുഴുവൻ കർഷകർ ജപ്തി നേരിട്ടുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് ആശ്വാസകരമായ ഈ ബില്ലിനോട് തീർച്ചയായിട്ടും എത്ര നന്ദി ഈ സർക്കാരിനോട് പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല. കാരണം ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളിലെ ഏറ്റവും ടോപ്പായിട്ടുള്ളത് ഈ 1960 റവന്യൂ ഭേദഗതി ബില്ലിനകത്ത് ജപ്തി നടപടിക്ക് നേരിടുന്ന വസ്തുക്കളെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.